ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് വാലന്റൈൻസ് ഡേയുടെ അന്നത്തെ ഒരു വ്ലോഗാണ് കേട്ടോ. ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ കണ്ടാലോ? ഇത് ഞങ്ങൾ കൊല്ലത്തോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെങ്ങും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം QTPയിലാണ് പോയത്. ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേയുടെ കേക്ക് ഓർഡർ ചെയ്തിരുന്നത് ഇവിടെ ആയിരുന്നു. QTPയെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി കേക്കാട്ടോ അവിടുത്തത്. കാര്യം ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് അവിടുന്ന് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് ടൈം വാങ്ങിച്ചത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്കായിരുന്നു. അത് ചീസിൻ്റെ കേക്കായിരുന്നു. അത് സൂപ്പറായിരുന്നു. ഇപ്രാവശ്യം ഏട്ടൻ ഓർഡർ ചെയ്തിരുന്നത് ചോക്ലേറ്റ് കേക്കായിരുന്നു. ഇവർക്ക് നമ്മുടെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അടിപൊളി കേക്കാട്ടോ. കേക്കിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാനങ്ങനെ മധുരം കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഇവിടുത്തെ കേക്ക് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കൊല്ലത്ത് QTPയുടെ ഔട്ട്ലെറ്റ് വരുന്നത് പോളയത്തോടാണ്. ഞങ്ങളിത് സെക്കൻഡ് ടൈം ആട്ടോ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയ ഉടനെ കേക്കൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം സിനിമയ്ക്ക് പോയി. പ്രേമലു കാണാനായിട്ടായിരുന്നു പോയത്. സിനിമയെക്കുറിച്ച് തന്നെ പറയാനുണ്ട്. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഏട്ടന് വേണ്ടി ഒരു കുഞ്ഞ് സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കും. അതിപ്പോൾ ഒരു 5 വർഷം ആയതുകൊണ്ട് അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ഇപ്രാവശ്യത്തെ എൻ്റെ ഗിഫ്റ്റ് കുഞ്ഞ് ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു ഡയറി മിൽക്കായിരുന്നു. ഏട്ടൻ്റെ ഫോട്ടോ എന്നൊരു ഡയറി മിൽക്കായിരുന്നു. ഏട്ടനിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട് മൊത്തം ഞങ്ങളെ ഫോട്ടോസ് ആട്ടോ. ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഡയറി മിൽക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ വരുന്ന ഡയറി മിൽക്ക് കാണുന്നത്. ഏട്ടനും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ്. അതായത് ഫെബ്രുവരി 15 നമ്മുടെ നാട്ടിൽ, അതായത് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടിപ്പോൾ കുറച്ച് നാളായി. അതായത് ക്രിസ്മസ് അടുപ്പിച്ചായിരുന്നു അത് ഓപ്പൺ ചെയ്തത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഏട്ടപ്പം ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ പോകാം. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 120 രൂപയാണ്. പക്ഷേ അതിനകത്ത് ടൈം ലിമിറ്റ് ഇല്ല. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷെ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് നന്നായിട്ട് പേടിയാവും. പിന്നെ തമ്മിൽ ഞാൻ പേടിച്ച് കാണില്ല. കാര്യം എനിക്ക് പേടിയാവും. പോയത് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് നല്ല പോലെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ. ഒത്തിരി സമയം ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷെ അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ക്ലിഫിൽ തന്നെയുള്ളൊരു കഫേയിലോട്ടാണ്. സ്ലോ ലൈഫ് ബിസ്ട്രോ കഫേ എന്നാട്ടോ ഈ കഫേയുടെ പേര്. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.